നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തം മറക്കാനുള്ള സമയമൊന്നും മലയാളിക്ക് ആയിട്ടില്ല. പക്ഷേ മലയാളി ഇത് മറക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കാം ഒന്നിനു പുറകെ ഒന്നായിട്ട് മറ്റു ചില വിവാദങ്ങളൊക്കെ ഇപ്പോൾ കൊഴുത്തു നിൽക്കുന്നത്. എന്നാൽ വയനാട്ടിലുള്ള ഒരു ദുരന്ത ബാധിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ഷാജിമോൻ ചൂരൽമല എന്നാണ്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ വയനാട് ദുരന്തം നടന്ന കഴിഞ്ഞ മാസം 30-ാം തീയതി നമുക്കെല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് തന്നെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു എന്ന് മാത്രമല്ല, അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയുകയും ചെയ്യായിരുന്നു അവിടെ എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന്. എന്നിട്ടും ചില അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിനെ തുറന്നെഴുതിയിരിക്കുകയാണ് ഈ ഷാജിമോൻ ചൂരൽമല എന്ന ആൾ. അതിങ്ങനെയാണ്: അപ്പനെ കൊന്നിട്ട് അയാളുടെ മക്കൾക്ക് കഞ്ഞിക്ക് അരി വാങ്ങി കൊടുക്കുന്നവൻ്റെ കാരുണ്യമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മുസ്ലിം ലീഗ് കാണിക്കുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായത് 30-ാം തീയതി. 29-ാം തീയതിക്ക് മുമ്പ് തന്നെ പലരും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്നും ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടവരെ മുസ്ലിം ലീഗിൻ്റെ അനുയായികളും മേഖലയിലെ റിസോർട്ട്, റിയൽ എസ്റ്റേറ്റ് കുത്തകക്കാരുമായിട്ടുള്ളവർ ടൂറിസ്റ്റ് വരുന്നത് ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അവരുടെ ഭീഷണി സ്വരങ്ങൾ ഇപ്പോഴും അവിടെയുള്ള പൊതു വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട്. 12-ാം വാർഡിൽ മുസ്ലിം ലീഗ് മെമ്പറാണ് ജനപ്രതിനിധി. ടിയാൻ നയിക്കുന്ന കുറച്ചാളുകളാണ് മേഖലയിലെ റിസോർട്ടുകളും റിയൽ എസ്റ്റേറ്റ് ക്രയ വിക്രയങ്ങളും നിയന്ത്രിക്കുന്നത്. ഈ കാര്യം വെള്ളരിമലയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. 11-ാം വാർഡ് മെമ്പർ മുസ്ലിം ലീഗുകാരനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാണ്. ഇവന്മാരൊന്നും മഴ കനത്ത് പെയ്യുന്ന സമയത്ത് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനോ മുന്നറിയിപ്പ് കൊടുക്കാനോ കണ്ടിരുന്നില്ല. നൂറുകണക്കിന് ആളുകളുടെ മരണത്തിന് കാരണക്കാരായവർ ഇപ്പോൾ ഏതാനും കോടി രൂപ സമാഹരിച്ച് സഹായമെന്ന പേരിൽ ജനങ്ങൾക്ക് നൽകി പുണ്യാളന്മാരാകാൻ ശ്രമിക്കുകയാണ്. എന്ത് ചെയ്താലും ഇവരുടെ കയ്യിൽ പുരണ്ട ചോരയുടെ കറ മായില്ല. ഒരുപാട് പേരെ രക്ഷിക്കാമായിരുന്നു, പക്ഷേ ഇവരുടെ ആർത്തിയാണ് അതിന് വിഘാതമായത്. മുംബൈ കലാപം കെട്ടടങ്ങിയപ്പോൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിക്കാർ കാരുണ്യദൂതരായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്രേ. പ്രിയപ്പെട്ടവരുടെ രക്തം പുരണ്ട കൈകൊണ്ട് കാലണ തരുന്നവരെ കരുതിയിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു മാവ് കണ്ടാൽ ശരാശരി മനുഷ്യൻ മാമ്പൂവിനെക്കുറിച്ചും അതിലെ മാങ്ങയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അത് മുറിച്ച് തടിയാക്കി വിറ്റാൽ എന്ത് ലാഭം കിട്ടും എന്ന് ചിന്തിക്കുന്നവന്മാർ നാടിനെ ചുടലയാക്കിയിട്ട് കാരുണ്യവന്മാരായി നടിച്ചിറങ്ങിയാൽ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അതിതാണ് ഥൂ എന്ന് ആണ് അദ്ദേഹം തിരുത്തിരിക്കുന്നത്. ഈ പോസ്റ്റ് കാണുമ്പോൾ, ഈ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഈ ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ചില ജനപ്രതിനിധികൾക്ക് അറിയാമായിരുന്നു അവിടെ എന്തോ അപകടം വരാൻ പോകുന്നു. പക്ഷേ ആ ഒരു മുന്നറിയിപ്പ് കണക്കാക്കിക്കൊണ്ട് ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചില്ല. അങ്ങനെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ റിസോർട്ടും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ടൂറിസത്തിനെ ബാധിക്കും. അവരൊക്കെ ഭയന്ന് ഒരുപക്ഷെ അവിടേക്ക് വരാതാവും. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്ന് ഒരുപക്ഷെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ഏതാണ്ട് സമാനമായ കാര്യമാണ് 2018 അന്നത്തെ വലിയ പ്രളയത്തിലും ഉണ്ടായത്. ഡാമൊന്നും വേണ്ട സമയത്ത്, കറക്റ്റായിട്ടുള്ള സമയത്ത് തുറന്നു വിടാതെ അത്രയും വെള്ളം സംഭരിച്ചു വെച്ചുകൊണ്ടിരുന്നു. കാരണം അത്രയും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് ഏതാനും കോടികൾ ഉണ്ടാക്കാം എന്ന് അന്നത്തെ ഭരണകൂടം തീരുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഏറ്റവും ഒടുവിലായിട്ട് മറ്റൊരു മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ പാതിരാത്രിക്ക് 1 മണിക്ക് ഡാം തുറന്നു വിടുകയും വലിയ പ്രളയം ഉണ്ടാവുകയാണ് ചെയ്തത്. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ജനപ്രതിനിധികൾക്ക് അറിയുകയും ചെയ്യായിരുന്നു. ലീഗിൻ്റെയൊക്കെ ജനപ്രതിനിധിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ മറ്റു ചില സ്ഥാപിത താല്പര്യമുള്ളതിനാൽ അതിന് മുതിർന്നില്ല, ആളുകളെ മാറ്റി പാർപ്പിച്ചില്ല. ഏറ്റവും ഒടുവിൽ വലിയ ദുരന്തം നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ കോടികൾ പിരിച്ചിട്ട് ഇപ്പോൾ വലിയ ദാനശീലരാണ്, നന്മമരങ്ങളാണ് എന്ന് പറയുന്നതിനെയാണ് ഇദ്ദേഹം ട്രോൾ ചെയ്തിരിക്കുന്നത്. അത് സത്യമാണ് താനും.